ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇൻട്രോ കഴിഞ്ഞു. നമുക്ക് വീഡിയോസ് ഇട്ടിട്ട് തുടങ്ങും. കറക്റ്റായിട്ട് വ്ളോഗ് എടുക്കാനൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയാൻ പാടില്ല. നോക്കാം. നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചൊരു വ്ളോഗ് തട്ടിക്കൂട്ടാം. അതാണ് ഇന്നത്തെ ഒരു ലക്ഷ്യം. അപ്പം ഗൈസ്, നമുക്ക് ഇന്നത്തെ ഫുഡ് അടി പരിപാടി കൊണ്ട് കിടക്കാം. ദോശയുടെ പണ്ടാർ ഫാറ്റിക്സ് ബെസ്റ്റ് കോംബോ ആണ്. ട്രൈറ്റ്. അമ്മേ, എനിക്ക് എൻ്റെ അമ്മാമ്മനെ കാണിച്ചു തരാം ഞാൻ. അമ്മ ഒരു ഹായ് പറയൂ, ഒരു ഹായ് പറയൂ. ഹായ് ഗൈസ് എന്ന് പറയൂ. ഹായ് ഗൈസ് എന്ന് പറയൂ. ഗൈസ്. ഇവിടെ എൻ്റെ അമ്മയും അപ്പനും സൂപ്പർ സാധനങ്ങളാണ്. സൂപ്പർ സാധനങ്ങൾ മീൻസ് അടിപൊളിയാണ്, നല്ല വൈബ് ആൾക്കാരാണ്. ഇന്നെന്താ തിന്നാൻ ഒരു കോമ്പിനേഷനും ഇല്ലാത്ത ഫുഡായിരിക്കും ഇവിടെ എൻ്റെ അമ്മയുടെ വീട്ടിൽ മിക്കപ്പോഴും. ദോശ, ഗ്രീൻ പീസ്. ഞാനൊരു നിലയെന്നല്ല, എൻ്റെ വീട്ടിൽ കോമ്പിനേഷനുള്ള ഫുഡാണ് ദോശ സാമ്പാർ, ദോശ ചമ്മന്തി. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ദോശ കടലക്കറി, ദോശ ഗ്രീൻ പീസ്, ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ദോശ ഇവിടെ പണ്ട് പുട്ടായിരുന്നു എന്നും എന്നും പുട്ട് തിന്നൊന്നും അടുത്തപ്പം നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇപ്പം പിന്നെ ദോശ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു 12 മാസം ഉണ്ടാകും. 12 മാസത്തെ 5 ദിവസം വെച്ച് ബാക്കി എല്ലാ ദിവസവും പുട്ടാണ്. പുട്ട് എൻ്റെ അമ്മ അവിടെ ദേശീയ ഭക്ഷണം സത്യം പറഞ്ഞ് ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ പോയി കഴിക്കാം. അപ്പോൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ പപ്പൻ്റെ അമ്മയുടെ വീട്ടിൽ വന്ന് പോകുമ്പോൾ ഒരു പായസം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത നമ്മൾ മധുരം കഴിപ്പിച്ചിട്ടാണ് വിടാറ്. നമുക്ക് അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പം ഞാനും എൻ്റെ അനിയനും കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഋതു ഹായ് പറയാൻ പറ്റുമോ? അത് കുടിച്ചതിൻ്റെ പറ്റുമോ? ചെറിയ ഹായ് ഇപ്പോൾ വലുത് ഉഷാറായിട്ട് ഹായ് ഗൈസ് അങ്ങനെ പറയൂ. നമുക്ക് ഉണ്ടാക്കാം. ഋതുവാണ് എൻ്റെ ഹെൽപ്പർ. ഏത് പാത്രം എടുക്കും? പാത്രം ഏതെടുക്കും? നമ്മൾ പാത്രമൊക്കെ സെലക്ട് ചെയ്തെടുക്കും. പായസം ഉണ്ടാക്കാൻ തുടങ്ങും. നമ്മുടെ രണ്ടാമത്തെ ട്രൈ ആണ്. ആദ്യത്തെ ട്രൈയിൽ ഒരു ശരിയായി. ഇത് ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തേ വലിയ വിനോദമൊന്നും എൻ്റെ കഞ്ഞിയെ ഇതൊക്കെ പ്രതീക്ഷ വിളിക്കാം. അതെന്ത് ചെയ്യുമ്പോഴോ അല്ല നമ്മൾ 2 പ്രാവശ്യം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞോളൂ. അപ്പം ഇതൊക്കെ വയറ്റണം. ഞാനൊരു ഇതായിട്ട് പകുതിയാകുമ്പോൾ നിങ്ങളെ കാണിച്ചു തരും. അതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇവിടെ നീട്ടിപ്പൊടി ജകം. അപ്പം നമ്മുടെ ഈ പായസത്തിൻ്റെ പരിപാടികൾ എന്തെങ്കിലും അവസാനം ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കയ്യും മുറിച്ച് വെച്ച് ഹാപ്പിയായി. അല്ലെങ്കിൽ ചോര കണ്ടെന്ന് വേണം ശുഭ എന്നല്ലേ. അത് തന്നെ ഇതായിട്ട് കാണിക്കാം. അപ്പോൾ ഇതിന് വെന്ത് പിടിച്ച് എപ്പാവുമെന്ന് എനിക്കറിയില്ല. കുറേ നേരം കാട്ടുന്നുണ്ടെങ്കിൽ ലാഗടിക്കും. നമ്മുടെ പായസം സെറ്റായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഇതൊരു കട്ടിയാവും. അതിവിടെ ഉള്ളവരിനി വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യുള്ളൂ. നമ്മുടെ വീട്ടിൽ പമ്പരം കൊത്താനറിയുന്ന ഒരാൾ അത് ഋതുവാണ്. അവന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പമ്പരം ചെയ്യാനായിട്ട്. പിന്നെ ട്രൈ ചെയ്യണുണ്ട്, പക്ഷെ കിട്ടുന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് രണ്ടുപേരിക്കും ട്രൈ മാത്രം നൽകാം. പക്ഷെ എൻ്റെ ഒക്കെ ഞാൻ ഇവൻ്റെ ഈ ഒരു പ്രായമായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കൊത്തണം പമ്പരത്തിന് ഇത്രയും നീളമുള്ള ഒരാണി ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ എറിഞ്ഞ് നൂലിങ്ങനെ വലിച്ച സിമ്പിളായി പോരുമായിരുന്നു. പക്ഷെ ഇതിങ്ങനെ കുഞ്ഞിട്ടൊക്കെയാണ് കറക്കുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കിട്ടുമോ കേട്ടോ. എൻ്റെ കാലുമ വരരുത്. ദൂരം കഴിഞ്ഞു. ഇനി എൻ്റെ ഊഴാണ്. കിട്ടില്ല എന്നാലും നമുക്ക് നോക്കാം. അയ്യോ തെറ്റിപ്പോയി. ഈ പ്രാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മ പമ്പരൊക്കെ കറക്കി കഴിഞ്ഞു.
ഉച്ചയായി സമയം 2 മണിയാവാൻ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളൂ. അപ്പോഴാണ് നമ്മളുടെ കാര്യം കാണുന്നത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ ആൾ. ഹലോ ഹലോ ചോറിന്നു ഗൈസ്. ഞങ്ങൾ എന്തും കൂട്ടി നീയും കൂട്ടി ചോറിന്നു. സൂപ്പറാണ് ഗൈസ്, ഞങ്ങൾ സൂപ്പറാണ്. ഞങ്ങൾക്ക് ചിരിക്കാനറിയാം, വളരെ നന്നായിട്ട് ചിരിക്കാനറിയാം. ഒരു മോട്ടു ഉമ്മയില്ല ഗൈസ്, ഉമ്മ വരാൻ ഞങ്ങൾക്ക് അറിയില്ല. എനിക്ക് വിശക്കുന്നു. ചോറ് ഞങ്ങൾക്ക് യാ പറയാൻ വെരി നൈസ്ലി അറിയാം. വായ പറഞ്ഞാൽ അത് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. എന്ത് വെച്ചാൽ യാ. അപ്പം എന്തായാലും ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ അമ്മയുടെ വീട്ടിലെ ലാസ്റ്റ് ദിവസമാണ്. പിന്നെ എപ്പോഴെങ്കിലേക്ക് ഇനി വരാം, ക്രിസ്മസ് വെക്കേഷൻ. അപ്പം ഞങ്ങൾ ഇന്ന് 2 വീട്ടിൽ കൊടുക്കുകയാണ്. അവൻ 2 വീട്ടിൽ കൊടുക്കും, ഞാൻ 2 വീട്ടിൽ കൊടുക്കും. അപ്പോൾ ഞാനിവിടെ നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ ഈ ആൾ പറയാൻ ഞാൻ കേൾക്കേണ്ടി വരും. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. അമ്മ ഇവിടെ ഈ ആളാ കൊച്ചും പഠിച്ചു വെച്ചിരിക്കണം ഗൈസ്. അമ്മമ്മയുടെ സ്പെഷ്യലൊന്നും എല്ലാ വീട്ടിലുള്ളതാണ്. ഫിഷ് ഫ്രൈയും ഫിഷ് കറിയും. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് കായം ക്യാരറ്റിനോടാണ്. ക്യാരറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ആയിട്ട് ചോറിനാവും. ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യാലിറ്റി എത്ര മണിയായാലും ചോറാവില്ല. ചോറായി കറിയാവാൻ വൈകും. എപ്പോഴും ചോറാവും, കറിയാവാൻ വൈകും. അനേസ് അപ്പം നമുക്ക് ചോറിൻ്റെ മേലിൽ കാണാം. ചോറിനുള്ള കറി കുറച്ചും കൂടി ആവാണ്ട് അതും കൂടി ആയിട്ട് നീ കാണാം. അപ്പം ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണം. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ ദിവസം യൂഷ്വൽ സൺഡേ പോലെ തന്നെയായിരുന്നു. കസിൻസൊക്കെ വീട്ടിൽ പോയി. അപ്പം നമുക്കും റെഡിയായി പോകണം വീട്ടിക്കോട്ടേക്ക്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.